ന്യൂസ് 20യിലേക്ക് സ്വാഗതം. റമദാനിൻ്റെ അവസാനത്തെ 10ലേക്കാണ് കടന്നിരിക്കുന്നത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ഒരു ദിനത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ലൈലത്തുൽ ഖദറിനെ പറ്റി നമ്മോട് ഷബീർ അലി അസ്അരി ഉസ്താദ് നമ്മോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. ഉസ്താദ്, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അവസാനത്തെ 10ലേക്കാണല്ലോ കടന്നത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. ഈ അവസരത്തിൽ ഉസ്താദിന് എന്താ പറയുന്നത്? ലോക മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങളൊക്കെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാൻ ഷരീഫിൻ്റെ അവസാനത്തെ 10 വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൽ ഇബാദത്തുകളെ കൊണ്ട് ഒരുപാട് ധന്യമാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, ലൈലത്തുൽ ഖദർ ഇന്നത്തെ രാത്രിയിൽ ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് അധികരിപ്പിക്കേണ്ടതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നത് അധികരിപ്പിക്കുവിൻ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ 97-ാമത്തെ സൂറത്ത് 5 ആയത്തുകളായിട്ട് ഇറക്കിയ ഖദർ എന്ന സൂറത്തുൽ ഖദർ, അതിൽ പറയുന്നതും ഇതിനെക്കുറിച്ച് തന്നെയാണ്. അതിൽ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, നിശ്ചയമായും നാം ലൈലത്തുൽ ഖദറിൽ അതിനെ ഇറക്കി. അതായത് പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1-ാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സയിലേക്കാണ് ഇറക്കിയത്. അതിനുശേഷം 23 വർഷങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വ്യത്യസ്ത സമയങ്ങളായി ഇറക്കിയതാണ് നാം ഇന്ന് പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ. അതാണ് അവിടെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. എന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അതായത് അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് അറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, ലൈലത്തുൽ ഖദറിൻ്റെ രാവെന്ന് പറഞ്ഞാൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാവാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവ്. അതായത് ഒരു മനുഷ്യൻ 1000 മാസം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ കൂലിയുണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ ഒരൊറ്റ രാവിൽ ചെയ്യുന്ന അമലിന്. അതാണ് മഹാന്മാർ തഫ്സീറുകളിൽ പഠിപ്പിക്കുന്നത്. ഈ ഒറ്റപ്പെട്ട രാവുകൾ 21-ാം രാവ്, 23-ാം രാവ്, 25, 27, 29 ഈ രാവുകളിൽ ആണ് ശ്രേഷ്ഠതയുള്ളത് എന്നാണ് പറയാമെങ്കിലും 27-ാം രാവിൻ്റെ പ്രത്യേകമുള്ള ശ്രേഷ്ഠത എന്താണ് ഉസ്താദിനെ പറയുന്നത്? അതായത് റമദാൻ അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവുകളിലൊക്കെ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 27-നാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ ലൈലത്തുൽ ഖദർ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് 27-ാം രാവിലെ നമ്മുടെ കേരളക്കരയിലും മറ്റുമായിട്ട് പള്ളികളിൽ എല്ലാവരും തസ്ബീഹ് നിസ്കരിക്കുകയും തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 27-ാം രാവിന് പ്രത്യേകമായിട്ട് കാണുന്നത്.
ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ഒരു മുഅ്മിൻ അന്ന് അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ച് ചെയ്യുന്ന ഇബാദത്തുകൾ ചെയ്താൽ അവൻ്റെ മുൻ കഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി, അന്നത്തെ രാത്രി കഴിഞ്ഞാലുള്ള സൂര്യൻ അത് വളരെ ശാന്തമായ സ്വഭാവമായിരിക്കുമെന്നും അന്നത്തെ രാത്രിയിൽ നായ ഓരി ഇടുകയില്ല എന്നൊക്കെ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ മറ്റു റഹ്മത്തിൻ്റെ മാലാഖമാരൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങുകയും അന്നു മുതൽ അടുത്ത വർഷത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ അത് കണക്കാക്കുന്ന ഒന്നുകൂടിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളൊക്കെ ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കൽ അത്യാവശ്യമാണ്. അള്ളാഹു നമുക്കൊക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ചെയ്യുന്ന, ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പരിപാടി ഇവിടെ വൈൻഡപ്പാവുകയാണ്. ഉസ്താദ് നമ്മോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഉസ്താദിന് നല്ലൊരു അഭിനന്ദനം കൊടുക്കാൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്.